ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയിൽ പങ്കെടുത്താൽ അറസ്റ്റ് ചെയ്യുമെന്ന് ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി ഭീഷണി മുഴക്കിയതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത്. മേയർ സൊഹ്റാൻ മംദാനി സമൂഹത്തിൽ വിദ്വേഷം വളർത്തുകയാണെന്നും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരേപോലെ കാണേണ്ട അദ്ദേഹം ഒരു വിഭാഗത്തെ മറ്റൊന്നിനെതിരെ തിരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു ആരോപിച്ചു. താൻ UNGA സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ മേയറുടെ നിലപാട് വലിയ തോതിൽ ആശങ്ക പരത്തിയിട്ടുണ്ടെന്നും അമേരിക്കയിലെ ജൂതന്മാർ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് ഗൗരവമായി എടുക്കണമെന്നും അന്താരാഷ്ട്ര നിയമ നടപടിക്രമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും മേയർ സൊഹ്റാൻ മംദാനി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഗാസയിലെ ഫലസ്തീനികൾക്കെതിരായ വംശഹത്യയുടെ ശില്പിയാണ് നെതന്യാഹുവെന്നും അദ്ദേഹം പരസ്യമായി കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ICC വാറന്റുകളെ നീതിയുടെ വളച്ചൊടിക്കലെന്നും അമേരിക്കയ്ക്ക് ഇസ്രായേലിനുമേൽ അധികാര പരിധിയില്ലാത്ത ഒരു കങ്കാരു കോടതി എന്നുമാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഗാസയിലെ സൈനിക നടപടികൾക്കിടയിൽ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് 2024 നവംബറിലാണ് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ICC വാറന്റ് പുറപ്പെടുവിച്ചത്. എങ്കിലും തനിക്കെതിരായ ആരോപണങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. കൂടാതെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81ാമത് പൊതുസഭയിൽ പങ്കെടുത്ത് ഇസ്രായേലിനും അമേരിക്കൻ സഖ്യത്തിനും വേണ്ടി സത്യം തുറന്നു പറയുമെന്ന് വ്യക്തമാക്കിയ നെതന്യാഹുവിന്റെ ഈ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പുതിയൊരു രാഷ്ട്രീയ പോരിന് കളമൊരുക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് ലോകശ്രദ്ധ നേടിയ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂഷൻ കരീം ഖാനെ ഒടുവിൽ പദവിയിൽ നിന്നും പുറത്താക്കി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ആകെ 125 അംഗരാജ്യങ്ങളിൽ 82 രാജ്യങ്ങളും കരീം ഖാനെ പുറത്താക്കുന്നതിന് അനുകൂലമായാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതേസമയം 13 രാജ്യങ്ങൾ ഈ തീരുമാനത്തെ ശക്തമായി എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 15 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഈ തീരുമാനം രാഷ്ട്രീയപരമായി ഏറെ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. നെതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരെ ചരിത്രപരമായ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നതിന് തൊട്ടു മുൻപ് കരീം ഖാനെതിരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അടിയന്തര പുറത്താക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ വിവാദങ്ങളുടെ നിഴലിൽ നിന്നുകൊണ്ടും അദ്ദേഹം നടത്തിയ നീക്കങ്ങളും തുടർന്നുണ്ടായ വോട്ടെടുപ്പുമാണ് അദ്ദേഹത്തിന്റെ കസേര തെറിപ്പിച്ചത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചേരിതിരിവുകൾക്കും സംശയങ്ങൾക്കും ഇടയാക്കിയ ഈ സംഭവം അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.